Hi friends, നമുക്കിന്നിവിടെ നമ്മളുടെ മൊബൈലിലും ലാപ്ടോപ്പിലും കിട്ടാവുന്ന വൈഫൈയുടെ മാക്സിമം സ്പീഡ് എത്രയായിരിക്കുമെന്ന് നോക്കാം. നമ്മൾക്കറിയാം നമ്മൾ ഒരു 100 Mbps അല്ലെങ്കിൽ 200 Mbps സ്പീഡ് പ്ലാൻ എടുത്താലും നമുക്ക് നമ്മളുടെ മൊബൈലിലും ലാപ്ടോപ്പിലും മാക്സിമം കിട്ടുന്ന സ്പീഡ് ഇത്രത്തോളം ഒന്നും ഉണ്ടായിരിക്കില്ല, എന്തായാലും വളരെ കുറവായിരിക്കും. സോ പലപ്പോഴും പലവരുടെയും ഡൗട്ടാണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് കിട്ടാത്തത്, നമ്മളുടെ പ്രോബ്ലം ആണോ അല്ലെങ്കിൽ ഇത് ISPയുടെ ഭാഗത്തു നിന്നുള്ള വിഷയമാണോ, എന്തുകൊണ്ടാണ് ഈ വൈഫൈയിൽ സ്പീഡ് കിട്ടാത്തതെന്ന് നമ്മൾ ചിന്തിക്കും. സോ ഈ വൈഫൈയിൽ സ്പീഡ് കിട്ടാത്തതും അല്ലെങ്കിൽ വൈഫൈയിൽ എത്രത്തോളം നമുക്ക് സ്പീഡ് കിട്ടും എന്ന് നമുക്കൊന്ന് നോക്കാം, അല്ലെങ്കിൽ അത് എന്തുകൊണ്ടാണ് എന്ന് നോക്കാം. സോ നമുക്കത് വീഡിയോയിലേക്ക് പോവാം. ഉദാഹരണത്തിന് നമുക്ക് ഈ മൊബൈലിൽ എത്ര സ്പീഡ് മാക്സിമം വൈഫൈക്ക് കിട്ടുമെന്ന് നോക്കാം. അതെങ്ങനെ കണ്ടുപിടിക്കും? ഒരു മൊബൈൽ നമ്മുടെ കയ്യിൽ കിട്ടിയാൽ വൈഫൈ കണക്റ്റഡ് ആയിരുന്നെങ്കിൽ നമുക്കത് എങ്ങനെ കിട്ടും, എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും, എത്ര വൈഫൈ സ്പീഡ് കിട്ടും എന്നുള്ളത് കണ്ടുപിടിക്കാൻ സാധിക്കുമെന്ന് നോക്കാം. ആദ്യം തന്നെ ഇതിലിപ്പോൾ നമുക്ക് നോക്കാം. ഇതിനിപ്പോൾ വൈഫൈ കണക്റ്റഡ് ആണ്, നെറ്റ് ലിങ്കിൻ്റെ ഒരു മോഡമായിട്ട് കണക്റ്റഡ് ആണ്. ഡെൻ ISP ആണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. സോ അത് നെറ്റ് ലിങ്കിൻ്റെ ഒരു കണക്ഷൻ ഉണ്ട്, അത് കണക്റ്റഡ് ആണ്. സോ ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ ഈ മൊബൈൽ മാക്സിമം വൈഫൈ സ്പീഡ് എത്ര കിട്ടുമെന്ന് നോക്കാം. സോ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഈ സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയിട്ട് അവിടെ നമ്മുടെ വൈഫൈ ആണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. സോ വൈഫൈയിൽ ഓപ്ഷൻ എടുക്കുക. വൈഫൈ ഓപ്ഷൻ എടുക്കുമ്പോൾ നമുക്കിവിടെ കാണാം ആ ഒരു വൈഫൈ കണക്റ്റ് ആയിട്ടിരിപ്പുണ്ട്. അതായത് നെറ്റ് ലിങ്കിൻ്റെ ആ ഒരു വൈഫൈ ഇവിടെ കണക്റ്റ് ആയിട്ടുണ്ട്. നിങ്ങളുടെ മൊബൈലിലാണെങ്കിൽ ഇപ്പോൾ ഏതാണോ വൈഫൈ അവിടെ കണക്റ്റ് ആയിട്ടുള്ളത് അതിൻ്റെ പേര് എന്തായാലും ഇതുപോലെ തന്നെ കാണിക്കും. സോ ഇതുപോലെ കാണിക്കുമ്പോൾ ഇതിൻ്റെ സൈഡിലായിട്ട് ഈ ഒരു ആരോ ചിഹ്നം കാണാം. അതായത് ഈ നെറ്റ് ലിങ്ക് എന്ന് എഴുതിയിരിക്കുന്ന, അതായത് നമ്മുടെ വൈഫൈയുടെ പേര് എഴുതിയിരിക്കുന്നതിൻ്റെ സൈഡിൽ തന്നെ ഒരു ആരോ ചിഹ്നം കാണാം. ഈ ആരോയിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ചിലവരുടെ ഫോണിൽ ആരോ ഉണ്ടാവില്ലെന്ന് വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ ക്ലിക്ക് ചെയ്താലും മതി. ഇതിപ്പോൾ മിക്ക ഫോണുകളിലും ഇതുപോലെ ആരോ ഉണ്ടാവും. അപ്പോൾ ഈ ആരോൻ്റെ അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാം ഇതുപോലത്തെ ഒരു നെറ്റ് ലിങ്ക് നെറ്റ്വർക്ക് ഡീറ്റെയിൽസ്, അതായത് ഈ ഒരു ISPയുടെ ഡീറ്റെയിൽസ് മൊത്തം വരും. അതിനകത്ത് നമ്മളുടെ ഇപ്പോഴത്തെ IP അഡ്രസ്സ് ഉണ്ടാവും, LAN IP ഉണ്ടാവും, സബ്നെറ്റ് ഉണ്ടാവും, സെക്യൂരിറ്റി, അങ്ങനെ സെക്യൂരിറ്റിയുടെ ഏത് സെക്യൂരിറ്റി ആണെന്നുള്ളതും, പിന്നെ അതിൻ്റെ IP അഡ്രസ്സ്, IPv4 Wi-Fi 6 അങ്ങനെ എല്ലാത്തിൻ്റെ ആ ഒരു ഫുൾ ഡീറ്റെയിലിനകത്ത് ഉണ്ടാവും. സിഗ്നൽ സ്ട്രെങ്ത് എങ്ങനെയുണ്ട് എന്നുള്ളതിൻ്റെ ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ വൈഫൈ ആണെങ്കിൽ മനസ്സിലാവും Wi-Fi 4 ആണ് ഇപ്പോൾ ഈ ഒരു മോഡൽ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് മൊത്തം ഡീറ്റെയിൽ ഇതിനകത്ത് വരും. നമ്മളുടെ ആ ഒരു റൗട്ടറിൻ്റെ ഏകദേശമുള്ള സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരും. സ്റ്റാറ്റസ് അറിയാം, സ്റ്റാറ്റസ് കണക്റ്റഡ് ആണ്. Wi-Fi 4 ആണ്. Wi-Fi 4 എന്ന് പറഞ്ഞാൽ ലേറ്റസ്റ്റ് തന്നെയാണ്. പിന്നെ ഉള്ളത് Wi-Fi 5ഉം Wi-Fi 6ഉം ആയിട്ടുണ്ട്. Wi-Fi 4ഉം അത്യാവശ്യം നല്ലത് തന്നെയാണ്. സോ ഇതിനകത്ത് നമ്മൾക്ക് പ്രധാനമായിട്ടും വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കണക്ഷൻ സ്പീഡ് എന്ന് കാണിച്ചാൽ കാണാം. ഈ കണക്ഷൻ സ്പീഡ് ഈ കാണിക്കുന്നതാണ് ലിങ്ക് സ്പീഡ് എന്ന് പറയുന്നത്. ഈ കണക്ഷൻ സ്പീഡ് ഇതെത്ര കാണിച്ചേക്കുന്നത്? 144 Mbps എന്നാണ് കാണിച്ചേക്കുന്നത്. അതായത് ഈ വൈഫൈയുടെ സെറ്റിങ്സിൽ ഇവിടെ കാണിച്ചേക്കുന്ന ഈ കണക്ഷൻ സ്പീഡ് ഈ 144 എന്ന് പറഞ്ഞതിൻ്റെ ഏകദേശം പകുതി, അതായത് ഒരു 50%, അതായത് ഒരു 7 ആണെങ്കിൽ 7 7 14, അത് ആ ഒരു 70 72 അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിൽ ആ ഒരു 50% ആണ് നോർമലി ഹാർഡ്വെയറൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത്. നോർമലി നമ്മളുടെ സാധാരണ മൊബൈൽസൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്പീഡ് എന്ന് പറയുന്നത് അതിൻ്റെ 50% ആണ്. അതായത് ഈ 144 Mbps ആണ് നിങ്ങളുടെ കയ്യിൽ കാണിക്കുന്നത്. അതായത് നമ്മുടെ വൈഫൈയുടെ ആ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ പേജ് വരുമ്പോൾ കാണിക്കുന്ന ഈ കണക്ഷൻ സ്പീഡ് 144 ആണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു പകുതി, അതായത് ഇതിൻ്റെ കണക്ഷൻ സ്പീഡ് പറയുന്നതിൻ്റെ ഒരു പകുതി 50% ആണ് നമുക്ക് അവിടെ ലഭിക്കുന്നത്. ഈ സ്പീഡ് ലഭിക്കുന്നത് അത്രയായിരിക്കും. അതായത് ഇപ്പോൾ ഇവിടെ 144 കാണിക്കുന്നത് നമുക്ക് ഒരു 70 72 വരെയൊക്കെ വൈഫൈയിൽ നോർമലി കയറേണ്ടതാണ്, സ്പീഡ് കയറേണ്ടതാണ്. ISP അത്രയും നമുക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. എങ്ങനെ വന്നാലും ആ ഒരു 70 Mbpsൻ്റെ അടുത്ത് വൈഫൈയിൽ നമുക്കിവിടെ കിട്ടണം, മാക്സിമം കിട്ടണമെങ്കിൽ നമുക്കതിൻ്റെ പ്ലാനും കൂടി വേണം. ഓർക്കുക, നമുക്കൊരു 100 Mbps ഒക്കെ പ്ലാൻ ഉണ്ടെങ്കിലാണ് ഞാൻ ഈ പറയുന്നത്. അത്രയും പ്ലാനും വേണം. ഇപ്പോൾ നമ്മൾ 20 Mbpsൻ്റെ പ്ലാൻ ആണെങ്കിൽ 20 Mbps നമുക്ക് കിട്ടുള്ളൂ. വൈഫൈയിൽ കിട്ടുന്ന മാക്സിമം സ്പീഡിനെ കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. സോ ഒരു 100 Mbps പ്ലാൻ ആണെങ്കിൽ നമുക്കിവിടെ ഒരു 70 Mbpsോളം നമുക്കിവിടെ കിട്ടണം. മാക്സിമം അത്രയും സ്പീഡ് നമുക്കിവിടെ കിട്ടണം. അതുപോലെ തന്നെ നമുക്കിത് വേറൊരു കണക്ഷൻ, അതായത് ഇപ്പോൾ ഞാൻ കുറച്ച് മുമ്പ് കണക്ട് ചെയ്ത ഒരു മെഷ് വൈഫൈ ആണ്. അത് Wi-Fi 5ൽ വരുന്ന, അല്ലെങ്കിൽ Wi-Fi 5ൽ വരുന്ന ഒരു എക്യുപ്മെൻ്റ് ആണ്. സോ അതിൽ കണക്ട് ചെയ്തതാണ് ഈ കാണുന്ന പിക്ചർ. ഇതിനകത്ത് നമുക്ക് നോക്കി ആ ഒരു കണക്ഷൻ സ്പീഡ് വന്നേക്കണം, നോക്കി 800 സംതിങ് ആണ്. അതായത് അത്രയും കൂടുതലാണ്, വളരെ കൂടുതലാണെന്ന് വെച്ചാൽ അതിൻ്റെ വേർഷൻ തന്നെ വ്യത്യാസമുണ്ട്. ആ Wi-Fi 5ലോട്ട് വരും, അതായത് കൂടിയ ടെക്നോളജിയാണ്, കൂടിയ ഹാർഡ്വെയർ ആണ്.
അതുപോലെ തന്നെ അതിൻ്റെ ലാച്ചിങ് സ്പീഡ്, അതായത് ആ ഒരു മെഷിൽ കൂടി ഈ കണക്ഷൻ വന്നപ്പോൾ അതിൻ്റെ ഒരു ലാച്ചിങ് സ്പീഡ് വന്നിട്ട് നമ്മുടെ കണക്ഷനിൽ കാണിക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞ സ്പീഡാണ്. അതായത് ആ ഒരു 800+ ഉള്ള സ്പീഡാണ് നമുക്കിവിടെ കാണിക്കുന്നത്. കണക്ഷൻ സ്പീഡാണ് കാണിക്കുന്നത് ഈ ഒരു പിക്ചറിൽ കാണിക്കുന്നത്. സോ ഈ സമയം, അതായത് അത്രയും സ്പീഡായിട്ട് നമ്മുടെ സെയിം മൊബൈൽ തന്നെയാണ്. അപ്പോൾ ആ ഒരു സ്പീഡിൽ അത് ലാച്ച് ചെയ്യുമ്പോൾ, അതായത് ആ ഒരു നെറ്റ്വർക്ക്, ആ ഒരു മോഡം അല്ലെങ്കിൽ ഇപ്പോൾ റൗട്ടർ എന്താവട്ടെ അത് ലാച്ച് ചെയ്യുന്നത്, ആ ഒരു മോഡം അല്ലെങ്കിൽ റൗട്ടർ ISP തന്നെ എന്താണോ അത് നമ്മളുടെ മൊബൈലായിട്ട് ലാച്ച് ചെയ്യുമ്പോൾ, അത് മെഷ് വെച്ച് ലാച്ച് ചെയ്തപ്പോൾ അത് മെഷ് അറിയാൻ കൂടുതൽ അഡ്വാൻസ്ഡ് ആണ്, അല്ലെങ്കിൽ ഡുവൽ ബാൻഡ് മെഷാണത്. അപ്പോൾ ഡുവൽ ബാൻഡിലോട്ടൊക്കെ വരുമ്പോൾ കൂടുതൽ അഡ്വാൻസ്ഡ് ആണ്, കൂടുതൽ ഫീച്ചർ. അപ്പോൾ അത് വെച്ച് നമ്മളുടെ മൊബൈലിലോട്ട് വരുമ്പോൾ ലാച്ച് ചെയ്തപ്പോൾ അതിൻ്റെ കണക്ഷൻ സ്പീഡ് കൂടുതലായിട്ട് കാണിക്കുന്നത്. അപ്പോൾ അവിടെ വരുമ്പോൾ നമുക്ക് എത്ര GBps, എനിക്ക് അതിനകത്ത് ഒരു 200 MBps വരെ സ്പീഡ് ടെസ്റ്റ് അതിൻ്റെ ചെയ്തിട്ടുണ്ട്. അതിൽ 200 MBps വരെ സ്പീഡ്, അതായത് മാക്സിമം സ്പീഡ് അതിൻ്റെ 200 MBps ആണ് കൊടുത്തിരുന്നത്. അപ്പോൾ ആ 200 MBps നമുക്ക് മൊബൈലിൽ തന്നെ കിട്ടി. സോ അതായത് നമ്മൾ ഇങ്ങനെ കണ്ടുപിടിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഏത് ഡിവൈസ്, ഇപ്പോൾ ഏത് കണക്ഷനിൽ, ഇപ്പോൾ നമ്മളിപ്പോൾ ചെക്ക് ചെയ്യാൻ പോകുന്ന, അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ വീട്ടിലായാലും എവിടെയായാലും ചെക്ക് ചെയ്യാൻ പോകുന്ന വൈഫൈ കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ ആ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതുപോലൊരു പേജ് വന്ന് നമ്മൾ നോക്കുക കണക്ഷൻ സ്പീഡ് എത്ര കാണിക്കുന്നതെന്ന്. അപ്പോൾ അതിൻ്റെ ഏകദേശം പകുതിയായിരിക്കും നമുക്ക് അവിടെ കിട്ടാവുന്ന സ്പീഡ്. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് മൊബൈലിൽ സ്പീഡ് നോക്കുന്നത്, വൈഫൈയിൽ എത്ര മാക്സിമം സ്പീഡ് കിട്ടുമെന്ന് നോക്കുന്നത് ഈ ഒരു ലിങ്ക് സ്പീഡ് വെച്ചിട്ടാണ്, ഈ ഒരു കണക്ഷൻ സ്പീഡ് അല്ലെങ്കിൽ ലിങ്ക് സ്പീഡ് വെച്ചിട്ടാണ് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യണത്. ഇത് ഓരോ ഡിവൈസ് അനുസരിച്ചും ഡിഫറൻസ് ആയിരിക്കും. അതായത് ഓരോ റൂട്ടറിൻ്റെ കപ്പാസിറ്റിയും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഹാർഡ്വെയറും അതിൻ്റെ ഒരു പ്രോസസ്സറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ ഈ ലാച്ച് ചെയ്യുന്ന സ്പീഡ്, നമ്മുടെ മൊബൈലുമായിട്ട് ലാച്ച് ചെയ്യുന്ന സ്പീഡ് വ്യത്യാസം ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മളുടെ മൊബൈലിൻ്റെ ഫീച്ചറും നോക്കുക. നമ്മൾ ചില മൊബൈലിൽ നമ്മൾ ഇതേ മോഡൽ തന്നെ വേണമെങ്കിൽ ലാച്ച് ചെയ്യുമ്പോൾ ആ മൊബൈലിൽ ചിലപ്പോൾ കാണിക്കുന്നത്, ഇപ്പോൾ ഇവിടെ തന്നെ ആണെങ്കിൽ വേറെ മൊബൈലിൽ വരുമ്പോൾ അത് കാണിക്കുന്നത് ആ ഒരു കണക്ഷൻ സ്പീഡ് കാണിക്കുന്നത് ഒരു 72 ആയിരിക്കും. ഇപ്പോൾ വേറൊരു മൊബൈലാണിത്, വേറെ മൊബൈലിൽ കാണിക്കുന്നത് ഒരു 72 ആണ് അതിൻ്റെയൊക്കെ ലിങ്ക് സ്പീഡ് അല്ലെങ്കിൽ കണക്ഷൻ സ്പീഡ് കാണിക്കുന്നത്. സോ ആ മോഡം സെയിം ആണ് അവിടെ, പക്ഷേ ഇത് സപ്പോർട്ട് ചെയ്യാനുള്ള സ്പീഡ് അല്ലെങ്കിൽ ആ ലിങ്ക് സ്പീഡ് കൂടുതൽ കിട്ടാനുള്ളൊരു ഫീച്ചർ ആ ഒരു ഫോണിലില്ല. അതുകൊണ്ടാണ് അതിനകത്ത് കുറയുന്നത്, അതായത് ആ ഒരു ലിങ്ക് സ്പീഡ് കുറയുന്നത്. സോ ആ 72 ആണ് നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ ആ ഒരു മൊബൈലിൽ നമുക്ക് കിട്ടാവുന്ന മാക്സിമം സ്പീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അതിൻ്റെ പകുതി വരും, ഒരു 30 സംതിങ് ഒരു സ്പീഡാണ് വൈഫൈയിൽ. നമുക്ക് അതിനകത്ത് മാക്സിമം പോയാൽ ആ ഒരു മൊബൈലിൽ നമുക്ക് കയറുള്ളൂ, കാരണം അതിൻ്റെ ലിങ്ക് സ്പീഡ് 72 ആണ്. അപ്പോൾ ആ ഒരു 30-35 അറൗണ്ട് ആ റേഞ്ചിലൊക്കെയാണ് നമുക്ക് അതിൽ തന്നെ നിൽക്കുകയുള്ളൂ. ആ ഒരു സ്പീഡേ ആ ഒരു മൊബൈലിൽ നമുക്ക് ലിങ്ക് സ്പീഡിൽ കിട്ടുകയുള്ളൂ. സോ അതും ഒന്ന് ശ്രദ്ധിക്കുക. അതായത് മൊബൈലുകളിൽ ഇങ്ങനെയാണ് നമുക്ക് വൈഫൈയിൽ മാക്സിമം സ്പീഡ് എത്ര കിട്ടുമെന്ന് നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ 100-200 MBps സ്പീഡ് എടുക്കുന്നതിൻ്റെ അല്ല, ആ ഒരു എക്യുപ്മെൻറ്റ് അവിടെ ഇരിക്കുന്ന, ഇപ്പോൾ സിംഗിൾ ബാൻഡ് മോഡോ ആണോ ഡുവൽ ബാൻഡ് മോഡോ ആണെങ്കിലും അത് നമ്മളുടെ മൊബൈലായിട്ട് ലാച്ച് ചെയ്യുമ്പോൾ എത്ര ലിങ്ക് സ്പീഡ് വരുന്നുണ്ടെന്ന് നോക്കുക. ആ സ്പീഡിൻ്റെ ഒരു പകുതിയാണ് നമുക്ക് വരുന്ന ഒരു സ്പീഡ് വരുന്നത്. ഈ പകുതി എന്നുള്ളത് ചിലപ്പോൾ നമ്മളുടെ ഒരു മാക്ക് അല്ലെങ്കിൽ ഒരു ഹൈ എൻഡ് ഒരു ഡിവൈസാണ് കയ്യിലിരിക്കുന്നതെങ്കിൽ ആ ഒരു പെർസെൻറ്റേജ് കൂടും. മേ ബി ഒരു 70% വരെയൊക്കെ ആവാം. അതായത് ഒരു 100 MBps സ്പീഡുള്ള പ്ലാനുള്ള ഒരു ചില സ്ഥലങ്ങളിൽ മാക്കും അല്ലെങ്കിൽ അതുപോലുള്ള വലിയ ഒരു ഗെയിമിംഗ് PC പോലത്തുള്ള സ്ഥലങ്ങളിലൊക്കെ ഗെയിമിംഗ് PC ഒക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ ഒരു കമ്പ്യൂട്ടറിലൊക്കെ ആണെങ്കിലും ആ ഒരു വൈഫൈ തന്നെ ഒരു 90 ഒക്കെ വരും. അത് നമ്മുടെ ആ ഒരു ഡിവൈസ് അല്ലെങ്കിൽ ആ പ്രോസസ്സറിൻ്റെ ആ ഒരു ഗുണമാണ്. അത് അത്രയും കറക്റ്റായിട്ട് അത്രയും വലിച്ചെടുക്കുന്നതിൻ്റെയാണ് നമുക്ക് ആ ഒരു സ്പീഡ് കിട്ടുന്നത്. നോർമൽ വരെ നോക്കുമ്പോൾ ആ ഒരു 50% നമ്മുടെ ഈ കാണിക്കുന്ന കണക്ഷൻ സ്പീഡ് അല്ലെങ്കിൽ ലിങ്ക് സ്പീഡിൻ്റെ ഒരു 50% ആണ് നമുക്ക് നോർമലി വൈഫൈ ഈ പറഞ്ഞ എല്ലാ മൊബൈലുകളിലും ഒക്കെ നമുക്ക് കിട്ടുന്നത്. അങ്ങനെയാണ്. ഇതുപോലെ തന്നെ നമുക്ക് കമ്പ്യൂട്ടറിലും നോക്കാൻ പറ്റും എത്ര സ്പീഡ് ഉണ്ടെന്നുള്ളത്. കമ്പ്യൂട്ടറിലും നമുക്ക് നോക്കാം, അതിനകത്തും ലിങ്ക് സ്പീഡ് കാണിക്കും. അതായത് വൈഫൈ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ലിങ്ക് സ്പീഡ് കാണിക്കും. സോ എല്ലാവർക്കും വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.